നമ്മള് അവിടുത്തെ മാത്രം നമ്മള് ഗരം മസാല ഇടുന്നതിന് പകരം അവിടുത്തെ ഒരു കൂട്ടുണ്ട്. അതെന്താ? അല്ല, അത് നമ്മൾ പൊടിച്ചെടുക്കണമല്ലോ. അതെന്താന്നാ ചോദിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറയരുത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ അളവ് പോലെ കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരളവാണോ? ഏറ്റക്കുറച്ചിലുണ്ടോ? ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ആ നല്ല ആ ജീരകശാലയുടെ കറക്റ്റ് ആ കൈമയുടെ അരി കിട്ടണം. അരി പലപ്പോഴും നമ്മുടെ നാട്ടില് കിട്ടാൻ. അപ്പൊ ധ്യാൻ വെക്കുമ്പോ ഇങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കുവാന്നോ ചെയ്യുന്ന? വേവിച്ചേച്ച് അതോ വറുത്തേച്ച് വറ്റിച്ചു വെക്കുവാന്നോ? എങ്ങനെ? ഇപ്പൊ നമ്മൾ അരി വറുത്തിട്ട് വെള്ളം ഒഴിച്ച് വറ്റിച്ചു വെക്കുവല്ലേ? ചോറിങ്ങനെ ചോറ് ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും വെക്കാം. ചോറിന്റെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാലോ. അപ്പൊ പിന്നെ ഇത് ഭയങ്കര കൈപ്പുണ്യവാട്ടോ. പിന്നെ ആണല്ലേ? നമ്മള് അവിടുത്തെ മാത്രം നമ്മള് ഗരം മസാല ഇടുന്നതിന് പകരം അവിടുത്തെ ഒരു കൂട്ടുണ്ട്. അതെന്താ? അല്ല, അത് നമ്മൾ പൊടിച്ചെടുക്കണമല്ലോ. അതെന്താന്നാ ചോദിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറയരുത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ അളവ് പോലെ കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരളവാണോ? ഏറ്റക്കുറച്ചിലുണ്ടോ? ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ആ നല്ല ആ ജീരകശാലയുടെ കറക്റ്റ് ആ കൈമയുടെ അരി കിട്ടണം. അരി പലപ്പോഴും നമ്മുടെ നാട്ടില് കിട്ടാൻ. അപ്പൊ ധ്യാൻ വെക്കുമ്പോ ഇങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കുവാന്നോ ചെയ്യുന്ന? വേവിച്ചേച്ച് അതോ വറുത്തേച്ച് വറ്റിച്ചു വെക്കുവാന്നോ? എങ്ങനെ? ഇപ്പൊ നമ്മൾ അരി വറുത്തിട്ട് വെള്ളം ഒഴിച്ച് വറ്റിച്ചു വെക്കുവല്ലേ? ചോറിങ്ങനെ ചോറ് ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും വെക്കാം. ചോറിന്റെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാലോ. അപ്പൊ പിന്നെ ഇത് ഭയങ്കര കൈപ്പുണ്യവാട്ടോ. പിന്നെ ആണല്ലേ?